ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വാടക വീട്ടിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചന്ന് മുതലേ നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒന്ന് മുണ്ടാക്കൂല, ഒന്ന് വീഡിയോ എടുക്കട്ടെ. ഞാൻ ജനിച്ചന്ന് മുതലേ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്കൊരു വയസ്സ് 19 വയസ്സായി. 19 ഞാൻ ബുദ്ധി വെച്ച കാലം മുതൽ ഞാൻ കോട്ടേഴ്സിലാണ്. അപ്പോൾ നമ്മളെ ലൈഫിൽ 25 കൊല്ലമായിട്ട് നമ്മൾ റെൻ്റൽ ഹോമിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ പേരിൽ സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് കുറ്റിയടിക്കലാണ്. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുറ്റിയടിക്കാൻ പറ്റുമെന്നൊക്കെ. എന്തോ ഒരു ഭാഗ്യത്തിന് അതെന്തോ പഠിച്ചത് അങ്ങനെ സ്വന്തം പേര് അപ്പോൾ നമ്മളെ പേരിൽ സ്വന്തമായിട്ട് സ്ഥലം എടുത്തു. അവിടെ നമ്മളിങ്ങനെ കല്ലുകൊണ്ട് എന്താ അതിര് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നിപ്പോൾ ഉസ്താദ് വന്നിട്ട് അവിടെ കുറ്റിയടിക്കലും കാര്യങ്ങളൊക്കെയാണ്. മമ്മിക്ക് നല്ല പൊലിവുണ്ട് ഗൈസ്. മമ്മീൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഇവിടെ പെട്ടെന്ന് ഒരു തറ ഇടണം, പിന്നെ പെട്ടെന്ന് വീട് പൊന്തണം എന്നാണ്. ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ആവട്ടെ. എല്ലാവരും ദുആ ചെയ്യും. കുറേ കാലം 25 കൊല്ലമായി ഞാൻ കോട്ടേഴ്സിൽ പാർക്കുന്നത്, ഗതികേടിൻ്റെ പക്കത്തിലാണ്. അതെ, ഇപ്പം ഏതായാലും കുറച്ച് സ്ഥലം വാങ്ങി ഒരു കുറ്റടിച്ചലാണ്. തറ വരെ ഇട്ട് പൊക്കും, ബാക്കിയൊക്കെ പഠിച്ചോണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മരിച്ചോളം കഴിയാൻ പറ്റിയൊരു നല്ലൊരു വീടാണ്. ഇൻഷാ അല്ലാഹ് ആവും. ഇതുവരെ എത്തിയില്ല, അപ്പം അതും ആവും. അപ്പം ഇനി ബാബും ദിലും വരുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ അൻഷിൻ്റെ ഓടുന്ന് വരുന്നുണ്ട്, ബാബുവിൻ്റെയും ദിലുവിൻ്റെ ഓടുന്ന് ഓലമ്മയും കൗലും വരുന്നില്ലേ, ഓലൊക്കെ വരുന്നുണ്ട്. നോമ്പ് അതിനെ കൊണ്ട് തന്നെ നമ്മൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കുടുംബത്തിൽ ഫുള്ള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നോമ്പാണല്ലോ, ആർക്കും വരാൻ ചിലപ്പോൾ കൈ ഉണ്ടാവില്ല. പിന്നെ 9 മണി നമ്മളാണ് ഉസ്താദ് വരെ കുറ്റിയടിക്കാൻ. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ മൂത്ത മൊണ്ണ, വൈഫൈ കൊണ്ട് ആണോ ഒലിവ് കൊച്ചു കള്ളി. അപ്പോൾ ഈ അസുലഭ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ അസുലഭ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അവിടെ താഴ്ച നമ്മളിത് കെട്ടി പൊക്കിയതല്ലേ, അതാണ് പറയാനുള്ളത്. ഗൈസ്, ഇതാണ് നമ്മളെ സ്ഥലത്തിന്റെ അടിഭാഗം. അപ്പോ ഇവിടെ തനിക്ക് സ്കൂളിൽ പോകാനായില്ലടോ. ഇവിടെ ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഇവിടെ മതിലുണ്ടാവും. അല്ല, ഇവിടെ കീറിയത് കുറച്ച് കൂടി. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വലിയ പെരയാണ്, പൈസക്കാര് പെര വെച്ചിട്ടാണ് ആയിരിക്കും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്ത് പറയാൻ? സബ്സ്ക്രൈബേഴ്സിനോട് പറയാം, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പെരാവാന്. പെര വെച്ചില്ല, കുറ്റടിച്ചെന്നുള്ളൂ. എല്ലാവരും ദുആ ചെയ്യും. അതെ. This is our ഇതില് കണ്ടുകാട് പ്രമുഖ സെലിബ്രിറ്റീസ് സ്പോട്ട് ആയിട്ടുണ്ട്. പ്രമുഖ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. എന്താ കയ്യില് മൈക്കോ? ഇജ കുറ്റടിക്കണ്? എന്നാ പിന്നെ വരപ്പടുത്തൊന്നും കേറൂല. ഓ, സ്കൈ ബ്ലൂ കുപ്പായൊക്കെ എടുത്ത് കേട്ടാ. നമ്മളെ വീട്ടിന് മുറ്റത്ത് തന്നെ പോത്തുകുട്ടികളുണ്ട്. സോ നല്ല ചാണകത്തിന് മണമടിക്കും. ഓ, കുറ്റടിക്കാനുള്ള കമ്പിയൊക്കെ ആയിട്ടാണ് കുട്ടി വന്നിട്ടുള്ളത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹാപ്പിയാണോ? ഗൈസ്, ബാബുവിനെ ഇന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം കേട്ടോ നമുക്ക് സ്ഥലം എടുക്കണം എന്ന്. എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ വേറൊരു പൊട്ടത്തരം കാട്ടിത്തരാം. വീഡിയോ നെക്കാതെയാണ് വീഡിയോ. ഞാൻ മറന്നുപോയി.
അപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞല്ലോ ഉസ്താ വരുന്നുണ്ട് പുട്ടടിച്ചരുത്. ആരടി പുട്ടടിച്ചേജ് എന്തിന്റെ കണ്ണ് എഴുതി നിൽക്കണു? ഞാൻ എന്റെ വീട്ടുകാർ വരും. കണ്ണാപ്പി ഓൺ ദ ഫ്ലോർ. കണ്ണാപ്പി എത്തിയിട്ടുണ്ട്. കണ്ണാപ്പി നമ്പർ 1, കണ്ണാപ്പി നമ്പർ 2. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരോട് ചോദിച്ചോട്ടെ അഭിപ്രായം എന്താന്നുള്ളത്. എല്ലാരും പറയുന്നത് നിങ്ങൾ ഞാനും ഒരേ മാതിരിയാണ്. അത് സത്യം എല്ലാരും പറയുന്നുണ്ട്. എന്തിയാ ഇപ്പൊ ഓക്കെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും സൗണ്ട് ഇറക്കും. കുറച്ചും കൂടി വല്ലനെ പറഞ്ഞ അവർക്ക് നല്ലോ ഇപ്പോഴാണ് എനിക്കൊരു സ്ഥലം നടത്തി നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുക. നിങ്ങളെന്തിനൊക്കെ അറിയണു. കുറ്റടിക്കുമ്പോ ഒരു കണ്ണുന്നൊരു വെള്ളം കൂടി ആയ സൂപ്പർ. സിനാൻ ഇതേ പിന്നെ യൂണിഫോം ഇന്ന് എക്സാം ആണ്. ആ മനുഷ്യനല്ല ശല്യത്തിന് പറഞ്ഞേക്ക്. ബാബുവിന്റെ പ്രത്യേകത ബാബുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ബാബുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബാബുവിന് തൊടുക്ക് വന്നാൽ അപ്പ തേങ്ങ നോക്കണം, അല്ലെങ്കിൽ അവനക്കൊരു തൊയ്ര്യം ഉണ്ടാവൂല. നോക്കണോക്ക് ബാബു എപ്പോഴാ വരിക? ബാബുന്റെ ദിലുവിന്റെയും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂക്കോട്ടിരുന്ന്. പിന്നെ വലിയ പരിപാടിയല്ല, റംസാൻ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, മൂപ്പര് മൂല്യരാണ്, അപ്പോൾ മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഒരു 3 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. മണിക്ക് കുറ്റടിക്കാൻ ഉസ്താദ് എത്തുന്നു പറഞ്ഞിട്ട് ഉസ്താദ് കുറച്ച് നേരം വൈകി പോയിട്ടു. പിന്നെ കുറച്ചിങ്ങനെ വെയിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞങ്ങളുടെ ഡ്രീമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പേരിലൊരു വീട് ആവും, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലം എടുക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ എത്തില്ല. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയും വീടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. വേമയും കയറ്റാനുള്ളൊരു ബർക്കത്ത് പഠിച്ചോൻ തരട്ടെ. പിന്നെ അൻഷിന്റെ താത്താന്റെ കുട്ടിയാണ് കേട്ടോ ഇത്. കിണറിപ്പോ കാണിച്ചല്ലോ ഇത്. അത് വാങ്ങി പോകും. എൻ്റെ ഉപ്പാക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അൻഷിൻ്റെ അമ്മച്ചിയും അൻഷിയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫാമിലി മാത്രം കൂടിയിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. ഇൻഷാ അല്ലാഹ് തറടൽ നല്ലൊരു ഇതിൽ കഴിക്കണം എന്നുണ്ട്. നമുക്ക് ഇവിടെ നമ്മളെ മലപ്പുറം നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ, ചീരനൊക്കെ കൊടുക്കണം. അതിപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് കഴിച്ചതാണ്. പിന്നെ ഉസ്താദ് വന്നു, ദ്വാരക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറ്റിയടിക്കാനൊക്കെ ഐശ്വര്യമായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കുറ്റിയടിച്ച്, ഞങ്ങളൊക്കെ കുറ്റിയടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തില്ല കേട്ടോ. ഷാനിതൊക്കെ എതിട്ടിരുന്നു കുറ്റിയടിക്കുന്നുണ്ട്. അങ്ങനെ കുറ്റിയടിക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ബാബു എന്തോ കിണറിൻ്റെ വെള്ളം സ്ഥാനം നോക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ വയ്യ നടക്കും. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ചത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. തെറ്റാ.